ചിക്കന് തൊട്ടാൽ പൊള്ളുന്ന വിലയായി കഴിഞ്ഞു. കിലോ 90 രൂപയിൽ കിടന്ന കോഴിവില ഇപ്പോൾ 200 രൂപയിലേക്ക് കുതിക്കുകയാണ്. അതുകൊണ്ട് ഹോട്ടലിൽ നിന്ന് ചിക്കൻ ഫ്രൈയോ കറിയോ വാങ്ങിയാൽ കഷ്ണത്തിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ പോയാൽ ചിക്കൻ വിഭവങ്ങളുടെ വില കൂടുമെന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. ഇതുവരെ എണീറ്റില്ലേ? എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചോണ്ട മുഴുവൻ എന്തോ അവൻ്റെ വാക്യത്തേക്ക് പോയായിരുന്നല്ല. എനിക്ക് വെച്ചേക്കണേ എന്ന് പറഞ്ഞു. ഇതിൽ 6 പൊറോട്ട ഉണ്ട്, 2 എണ്ണം നിനക്ക്, 4 എണ്ണം എനിക്കും. ഇത് ചിക്കൻ. ചാറ് എനിക്കും, കഷ്ണം നിനക്കും അല്ലേ? അതെ, പകുതി ചാറി മുക്കി നക്കിയാ മതി. എടാ എച്ചി എന്നും എച്ചി തന്നെ. എച്ചി എങ്കിൽ എച്ചി. ഇയാൾ കഴിക്കാൻ നോക്കും. ഇതെന്തോന്നടേ? 1, 2, 3, 4 150 രൂപയ്ക്ക് 4 കഷ്ണമോ? ചാറെങ്കിലും കിട്ടുമോടേ? നിനക്കുള്ള പകുതി ചാറ് ഇതിലുണ്ട്. ഇതിലും ഏതൊരു കോഴിയെ വാങ്ങിക്കുന്നതായിരുന്നു. 100 രൂപയ്ക്ക് നമുക്ക് 1 കിലോ കോഴി കിട്ടില്ലേ? ചെന്ന് അങ്ങോട്ട് ഓടിച്ചെന്ന് കയറി കൊടുക്കും. പിന്നെ 100 രൂപയ്ക്കൊക്കെ കിട്ടും. 180 രൂപയ്ക്ക് 4 ചിക്കൻ കഷ്ണം വാങ്ങിയവന്മാരല്ലേ ആ വരുന്നത്. 2 കിലോയുള്ള എന്നെ 180 രൂപയ്ക്ക് വാങ്ങാൻ വരികയാണ്. ഇപ്പൊ കിട്ടും. കോഴി ഇന്ന് കിലോ എങ്ങനെയാ വില? 162, 256. കോഴി ജീവനോടെ കോഴി എടുത്താൽ 162 ഒരു കിലോയ്ക്ക്. 162? 90 രൂപയ്ക്ക് ഉണ്ടായിരുന്നല്ലേ ചേട്ടാ? 23 നവംബറിലൊക്കെ നല്ല റേറ്റ് കുറവായിരുന്നു. അതായത് 90, 92 ആ റേഞ്ചിലേ ഉണ്ടായിരുന്നു 1 കിലോ കോഴിക്ക്. അതിനുശേഷം കൂടിയതാണ്. 2024 വന്നതിന് ശേഷം കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും ഇത് എങ്ങോട്ടാണ് പോണതെന്ന് ഞങ്ങൾക്ക് അത്ര വലിയ പിടുത്തമില്ല. ഈ 92 രൂപയിൽ ഇപ്പോൾ കൂടാൻ കാരണം, 162 എത്താൻ കാരണം വേനൽക്കാലം ആയതുകൊണ്ടാണ്. വില കൂടാനൊരു കാരണമുണ്ട്. കാരണം വേനൽക്കാലത്ത് ഒരുപാട് ഫാം കോഴി വളർത്തുന്നവർക്ക് ഒരുപാട് നഷ്ടമുണ്ട്. കാരണം ഒരു കോഴി വളർന്ന് ഒരു 2.5 കിലോ, തണുപ്പ് സമയത്ത് ഒരു 2.5 കിലോ വരുന്ന ആ സമയം കൊണ്ട് വേനൽക്കാലത്ത് ചിലപ്പോൾ ഒരു 200, 220 വരത്തുള്ളൂ. 10-300 ഗ്രാം ഒരു കോഴിയിൽ കുറയും. കോഴി വളർത്തുന്ന ചെറുകിട കർഷകർ പരമാവധി ചൂട് സമയമാകുമ്പോഴത്തേക്ക് നിർത്തിവെക്കും. അവർക്ക് നഷ്ടം വരും. കാരണം ഒരുപാട് കോഴി ചത്തുപോകും. അപ്പോൾ സ്റ്റോക്ക് കുറയുമ്പോൾ ഇതിനുള്ള സാധനത്തിന് വില കൂട്ടും. എല്ലാവർക്കും വരുന്ന റേറ്റ് ഹോൾസെയിൽ ഏകദേശം ഒരുപോലെയാണ്. പല സ്ഥലങ്ങളിലും മാർജിനിൽ വ്യത്യാസം വരും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലർക്ക് കടവാടക കൊടുക്കണ്ട, അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ മാർജിൻ കുറച്ച് വയ്ക്കാൻ പറ്റും. മലയാളികളുടെ നിത്യഭക്ഷണത്തിലൊരു ഭാഗമായി മാറിയിട്ടുണ്ട് ചിക്കൻ. കുട്ടികളുടെ അടുത്ത് ചിക്കൻ എന്താണ് നിങ്ങളുടെ ദേശീയ ഭക്ഷണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിക്കനും പൊറോട്ട എന്ന് പറയും. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ അടുത്ത ദിവസം ഇറങ്ങാം. വില ഒന്ന് കുറഞ്ഞാലോ? കാത്തിരുന്നോ? എന്റെ വിലയിടിയാൻ എന്തൊരാഗ്രഹമാണ്. അപ്പോഴേ ഇന്നിപ്പോ ഫ്രൈ ഉണ്ടല്ലോ, കോഴി വേണ്ട. ഞാൻ അപ്പോഴേ മര്യാദയ്ക്ക് പറഞ്ഞതാണ്. കിലുക്കത്തി ജ്യോതിച്ചേട്ടൻ പറഞ്ഞ പോലെ കഷ്ണം എനിക്കും, പതിച്ചാറ് നിനക്ക്. എന്നാലും പ്രശാന്തേ, ഒരു പ്ലേറ്റ് ചിക്കൻ വാങ്ങിക്കുന്ന കാശ് കൊണ്ടേ നമുക്ക് 1 കിലോ കോഴി കിട്ടുമായിരുന്നു. കിട്ടും. ഈ ഹോട്ടലിൽ അയല ഫ്രൈയുടെ കേസ് ഓർമ്മയില്ലേ? അത് നമ്മളൊന്ന് എടുത്തതാണ്. ഇപ്പൊ ചിക്കന്റെ വില കൂടിയിരിക്കുകയല്ലേ, ഒന്ന് കുറയട്ടെ. അപ്പൊ നമ്മൾ ഹോട്ടലിലെ ചിക്കൻ ഫ്രൈയുടെ കേസ് എടുക്കും. അതുവരെ നമ്മൾ ആ കേസ് അവധിക്ക് വയ്ക്കുന്നു. ക്യാമറമാൻ പ്രവീൺ ദാസിനും വീഡിയോ എഡിറ്റർ വിമൽ കുമാറിനുമൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഇതാ നമ്മൾ നേരെ ഒരു മാർക്കറ്റിലേക്കാണ് പോകുന്നത്. തൊടുപുഴ കാർഡ്സ് മാർക്കറ്റ്. അവിടെ ജെയിനസ് രാജുണ്ട്. ജെയിൻ ഏറെ നേരമായി അവിടെ വെയിലുകൊണ്ട് ജെയിൻ നിൽക്കുകയാണെന്ന് എനിക്ക് വലിയ ചൂടൊക്കെയാണ്. ചൂടത്തോടെ നിൽക്കുകയാണ്. ഈ ചൂടത്ത് ഇറച്ചി കഴിക്കില്ല എന്നൊക്കെയാണ് സാധാരണ പണ്ട് പറയാറില്ലേ? ഈ മുട്ട കഴിക്കുന്ന ഇറച്ചി കഴിക്കുന്ന ചൂടുകാലത്ത് നല്ലതല്ല എന്നാണ്. പക്ഷേ ഇപ്പോഴെന്താണ് വഴി? നല്ല ഭക്ഷണം ഏത് എന്ന് ചോദിച്ച് തിരഞ്ഞെറിഞ്ഞ് നടക്കുകയാണ്. നല്ല ഇറച്ചി കിട്ടിയാൽ അത് വാങ്ങാം എന്നതാണ് സ്ഥിതി. പക്ഷേ എങ്ങനെ വാങ്ങും? തീർച്ചയായിട്ടും ഇറച്ചിക്കെല്ലാം ഇടിവെട്ട് വിലയാണെന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ നമുക്ക് ഇവിടെ വില നിശ്ചയിച്ചുകൊണ്ടുള്ള ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മൾ 1 മാസം മുമ്പ് ഉണ്ടായിരുന്ന വിലയല്ല, അതിനേക്കാളും കുറഞ്ഞത് ഒരു 50 രൂപയെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരനായിട്ടുള്ള അരുൺ നമ്മളോടൊപ്പം ചെയ്തിട്ടുണ്ട്. ചിക്കന് വില കൂടിക്കൊണ്ടിരുന്നൊക്കെ നമ്മൾ പറയുമ്പം ചില ഹോട്ടലുകൾ ഇങ്ങനെ വില കൂട്ടുന്നത് നമ്മൾ ജെയിൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ അവിടെ ചെന്നതുകൊണ്ട് വില കൂട്ടിയെഴുതുകയാണോ, അതോ ഇത് തന്നെയാണോ ഇന്നത്തെ ഒറിജിനൽ പ്രൈസ്? പിന്നെ നമുക്ക് സാധാരണക്കാർക്ക് ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്താൽ ഇച്ചിരി വില കുറച്ച് മേടിക്കാനുള്ള ഇത് ഒറിജിനൽ വിലയാണ്. ഇവിടെ ഇന്ന് മാർക്കറ്റിൽ വിൽക്കുന്ന, ഇവിടെ വരുന്ന ഗുണഭോക്താക്കൾക്ക് നൽകുന്ന വിലയാണ്. നമുക്ക് എല്ലാത്തരം ഇറച്ചികളും ഉണ്ട്. ആദ്യം പന്നിയിൽ നിന്ന് തുടങ്ങാം. ഇതിനകത്ത് നമ്മൾ അവർക്കൊരു ഇച്ചിരി സാധാരണക്കാരൊക്കെ ഉണ്ടാവില്ല, അവർക്ക് ഇതിൽ വെച്ച് ഇപ്പോൾ താങ്ങാൻ പറ്റാത്ത വിലയാണിത്. അപ്പോൾ അത് കാരണം നമ്മൾ ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്ത് 1 കിലോ ഇറച്ചി, 1 കിലോ നെയ്യ്, അതിന് 370 നമ്മൾ വയ്ക്കും. പിന്നെ ഇറച്ചി തന്നെ, നെയ്യില്ലാതെ ഇറച്ചി തന്നെ വിൽക്കുന്നവർക്കാണെങ്കിൽ 650 രൂപ, പന്നിയുടെ മീറ്റ് മാത്രം. പിന്നെ നമ്മൾ ബീഫിലേക്ക് വന്നാൽ നേരത്തെ ഒരു 380 രൂപ ആയിരുന്നു. അതെ, ഈ സ്റ്റോർ കൂടി 400 ആയിരുന്നു, ഇപ്പം 420 ആയി അതിന്റെ വില.
പിന്നെ ചിക്കനാണ് എല്ലാവരും സാധാരണ വളരെ വില കുറഞ്ഞ് കിട്ടിക്കൊണ്ടിരുന്നത് ചിക്കനായിരുന്നു. ചിക്കന്റെ വില നാടൻ ചിക്കൻ 220, ബ്രോയിലർ ആണെങ്കിൽ 175. ചിക്കൻ വില ഒന്നും കുറയുന്നില്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഭയങ്കര കയറ്റമാണ്. എന്താ ഇപ്പൊ വില കൂടാനുള്ള കാരണം? ഇപ്പം എന്നാ വെച്ചാൽ നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് കടത്താൻ ഭയങ്കര ചാർജുകളാണ്. ഓരോ വണ്ടി കടന്നു വരണമെങ്കിൽ 20,000, 30,000, 40,000 രൂപ ഒരു 1000 കിലോയ്ക്ക് വേണ്ടി കൊടുക്കേണ്ട അവസ്ഥയാണ് വന്നേക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഞങ്ങളിതെല്ലാം അവിടെ അസോസിയേഷൻകാരെ മെമ്പറെല്ലാം പോയി അവിടെ പോയി മന്ത്രിക്ക് നിവേദന സംഭവം എല്ലാം കൊടുത്തതാണ്. അതിലൊന്നും തീരുമാനമൊന്നും ആയിട്ടില്ല. ഒരു അടിസ്ഥാനമായിട്ട് ഒരു ഫാമുകാരൻ കൊടുക്കുന്ന വിലയ്ക്ക് ഒരു നിശ്ചിത ഇത് കൂട്ട് ഇതില്ല. അവർക്ക് തോന്നുന്ന വിളിച്ചാൽ ഇവിടെ നമ്മുടെ കേരളത്തിലെ ഫാമുകളെല്ലാം തന്നെ പൂട്ടിപ്പോയി. നമ്മളിപ്പോൾ അന്യ സംസ്ഥാനത്തെ ആശ്രയിക്കേണ്ട കേസാണ് വന്നേക്കുന്നത്. സാധാരണ കാർഡ്സിൽ ഇറച്ചിയൊക്കെ എടുത്തുകൊണ്ടിരുന്നത് നമ്മുടെ ലോക്കൽ ഫാമുകളെ ആശ്രയിച്ചായിരുന്നു. ആ ഫാമുകളെല്ലാം തന്നെ പൂട്ടിപ്പോയി. എന്നുവെച്ചാൽ ഒത്തിരി നിയമങ്ങൾ മാറിപ്പോയി. ഒരു ഫാം തുടങ്ങണമെങ്കിൽ അവന് ഇല്ലാത്ത സർട്ടിഫിക്കറ്റുകളും സംഭവം എല്ലാം ഉണ്ടാക്കണം. ഭയങ്കര ബുദ്ധിമുട്ടിലാണ് എല്ലാ കർഷകരെ. അതിൽ കർഷകരെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് കിട്ടുന്ന വിലയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്? കൂടാൻ ചാൻസ് ഉണ്ട്. പോർക്കിന് വില കൂടാൻ ചാൻസ് ഉണ്ട്. രതീഷ്, ഇതാണ് ഈ കച്ചവടക്കാർ പറയുന്നത്. അവർക്ക് കിട്ടുന്ന വില അനുസരിച്ച് അവർ വിൽക്കുന്നു എന്നുള്ളതാണ്. കൂടുതലും നമ്മൾ ഇതര സംസ്ഥാനങ്ങളെയാണ് പ്രത്യേകിച്ച് കോഴിക്കും അതോടൊപ്പം തന്നെ ബീഫിനുമായിട്ട് ആശ്രയിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തുന്ന ചെലവെല്ലാം വർദ്ധിച്ചു. അതനുസരിച്ച് മാർക്കറ്റിലും വില കൂടി. സാധാരണ കാർഡ്സ് ഇത് കർഷകരുടെ ഒരു സംഘടന നടത്തുന്ന അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു ഓപ്പൺ മാർക്കറ്റാണ്. സാധാരണ ഇവിടെയുള്ള ലോക്കൽ കർഷകരിൽ നിന്ന് പർച്ചേസ് ചെയ്താണ് വിൽക്കുന്നത്. ഇവിടെ അല്പം എങ്കിലും വില കുറയേണ്ടതാണ്. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള കർഷകർക്കിടയിൽ നിന്ന് പോലും ആവശ്യത്തിനുള്ള കോഴിയും അതോടൊപ്പം തന്നെ ബീഫും ലഭ്യമല്ലാത്ത ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇവരെല്ലാം വില കൂട്ടാൻ നിർബന്ധിതരാണ് എന്നുള്ളതാണ് കച്ചവടക്കാർ പറയുന്നത്. ശരി, ജെയിനാണ് ഈ ഉച്ചയിൽ അവിടുത്തെ ആ വില നിലവാരം എങ്ങനെയാണ് എന്ന് സംബന്ധിച്ചുള്ള പ്രതികരണം ഉൾപ്പെടെ വിശദമായി റിപ്പോർട്ട് ചെയ്ത്. വലിയ വിലയാണ് ചിക്കന് ഉണ്ടായിക്കൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വില വർധനവ്. അത് ഒരല്പം കൂടും കുറയും ഈ നിലയിലാണ് എങ്കിൽ പോലും പതിയെ പതിയെ നമ്മൾ അറിയാതെ ആ വില 160ലേക്കും 175ലേക്കും പലയിടത്തും എത്തുന്നു എന്നതാണ് ഈ ബ്രോയിലർ ചിക്കനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്രീ രാജമൗലി SS നമുക്കൊപ്പം ആദ്യമായിട്ടുണ്ട്. ശ്രീ രാജമൗലി, അങ്ങയുടെ പേര് തന്നെ വലിയ കൗതുകമാണ്. രാജമൗലി SS എന്ന് നേരത്തെ സംസാരിച്ചപ്പോൾ അങ്ങ് പറഞ്ഞു. SS രാജമൗലി അല്ല, രാജമൗലി SS. ബാഹുബലി സിനിമയുടെ സംവിധായകനല്ല, പൗൾട്രി ഫാം അസോസിയേഷൻ നേതാവാണ് എന്ന്. ഈ ബാഹുബലി വന്ന് എല്ലാം പിടിച്ചെടുക്കുന്ന പോലെയൊന്നും അല്ല. ഇവിടെ ആളുകൾക്ക് കയ്യിൽ പൈസയൊന്നുമില്ല. എങ്ങനെയാണ് ഈ ചിക്കൻ വാങ്ങുക? നിങ്ങളുടെ അസോസിയേഷൻ ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ വില കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടോ, അതോ കച്ചവടക്കാർക്കും അംഗങ്ങൾക്കും പൈസ കൂട്ടാനാണോ ശ്രമിക്കുന്നത്? ഒരിക്കലും ഈ പൗൾട്രി മേഖലയിൽ നിൽക്കുന്ന അധികം ആൾക്കാരും ഒരു പരിധിക്കപ്പുറം വില കൂടുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല. നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു അസോസിയേഷനോ ഒരു ഗവൺമെന്റിനോ ഒന്നും ഇപ്പൊ ഇതിനകത്ത് ഇടപെടാൻ കഴിയില്ല. കാര്യം വൻ ക്ഷാമമാണ് കോഴിക്ക്. മാർക്കറ്റിൽ കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര ഇവിടെ ഒന്നും ബ്രോയിലർ കോഴി ഇല്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഫാമുകളൊക്കെ നോക്കിയാൽ കാണും, അവിടെയൊക്കെ ഇപ്പൊ കാലിയാ. അവിടെ ഒന്നും ആരും കോഴിയെ വളർത്തുന്നില്ല. ഒന്ന് വെള്ളമില്ല. വളർത്തിയാൽ ഇപ്പൊ ചിലർ വിചാരിക്കും ഇപ്പോ ഈ സമയത്തൊക്കെ കോഴിയെ വളർത്തിയെടുക്കുകയാണെങ്കിൽ ഭയങ്കരമായ പൈസ കിട്ടും ഫാർമർക്കെന്ന്. ഒരിക്കലും ഇല്ല. കാര്യം ഈ സമയത്ത് കോഴിയെ ഇപ്പൊ എന്റെ തന്നെ ഫാമുകളൊക്കെ കാലിയാ. 90% എന്റെ ഫാമുകളും കാലിയാ. കാരണം വളർത്തി മുതലാക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം ഈ ചൂടിൽ 10,000 കോഴി കിടക്കുന്ന ഒരു ഫാമില് ഏകദേശം ഒരു 300-400 കോഴി വരെ ഈ അടുത്ത് ഈ 9-ാം തീയതിയൊക്കെ മരിച്ച ദിവസങ്ങളുണ്ട്. എനിക്ക് ചത്തുപോയി 400 കോഴി വരെ. അപ്പൊ അതിന്റെ നഷ്ടം നിങ്ങൾ കണക്കാക്കി നോക്കണം. അങ്ങനെ വരുമ്പോൾ വളർത്താതിരിക്കുന്നതാണ് നല്ലത്. പുറത്തുനിന്ന് കിട്ടുന്ന സോഴ്സുകളിൽ നിന്നെല്ലാം നമ്മൾ പോയി കോഴിയെ വാങ്ങി കൊണ്ടുവന്ന് ഇവിടെ സപ്ലൈ ചെയ്ത് മീറ്റും കൊടുക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെ ഒരു കിട്ടുന്നില്ല കോഴി. നമ്മുടെ അവൈലബിൾ സോഴ്സ് എല്ലാം നോക്കിയിട്ട് പോലും നമുക്ക് ഡെയിലി കൺസപ്ഷൻ ആവശ്യമുള്ള മീറ്റോ ബേർഡോ നമുക്ക് ഇവിടെ എത്തിക്കാൻ കഴിയുന്നില്ല. ആ സാഹചര്യം ഒരു സംശയം ചോദിക്കട്ടെ. നേരത്തെ നമ്മുടെ ധനമന്ത്രിയായ ശ്രീ TM തോമസ് ഐസക് 60 രൂപയ്ക്ക് 70 രൂപയ്ക്ക് അന്ന് കോഴി നമുക്ക് വേണ്ടി വന്നാൽ ഉൽപ്പാദിക്കാൻ കഴിയും എന്ന വലിയ ഒരു പോസിറ്റീവായ ഒരു ചിന്ത മുന്നോട്ട് വെച്ചൊരു സമയത്താണ്. നമ്മുടെ കേരളത്തിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിക്കൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അത്രയധികം തൊഴിലില്ലാത്ത സ്ത്രീകളടക്കം നമ്മുടെ ഗ്രാമീണ മേഖലയിലുണ്ട്. അതിന് പറ്റുന്ന അന്തരീക്ഷം നമുക്കുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അത് പിന്നീട് അധികം മുന്നോട്ട് പോയതായി കാണുന്നില്ല. എന്തുകൊണ്ടാണ് ഇവിടെ ഈ കോഴി ഉൽപ്പാദനം മുന്നോട്ട് പോകാതെ പോകുന്നത്? മാത്രമല്ല, ഇങ്ങനെ വില കൂടുമ്പോൾ കർഷകർക്ക് നേരിട്ട് ഈ പൈസ കിട്ടുന്നു എന്ന് പറയാനും കഴിയില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്. അന്ന് ഈ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ഇത് സംസാരിക്കുമ്പോൾ അദ്ദേഹവുമായി നേരിട്ടൊരു സംവാദത്തിലും പല ചാനലുകളിലും സംവാദത്തിൽ ഇരുന്ന ആളാണ് ഞാൻ. അന്ന് അദ്ദേഹത്തിന്റെ കാൽക്കുലേഷനിൽ പറ്റിയൊരു മിസ്റ്റേക്കോ എന്തോ ആണ്. 87 രൂപയ്ക്കൊന്നും അന്ന് അദ്ദേഹം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞത് അയാൾക്ക് അദ്ദേഹത്തിന് ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ്. ഒരു രീതിയിൽ നമുക്ക് ആ വിലയ്ക്ക് കോഴിയെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, വളർത്തിയെടുക്കാനും പറ്റും. പക്ഷെ ആ റേറ്റിന് നമുക്ക്
ബേർഡ്സിനെ കിട്ടണം, ചിക്സിനെ കിട്ടണം, ഇത് ഫീഡ് കിട്ടണം. ഇന്നത്തെ വില 55 രൂപയ്ക്ക് മുകളിലാണ് ഒരു ദിവസം പ്രായമായ ഒരു കോഴിക്കുഞ്ഞിന്റെ വില. 55 രൂപയ്ക്ക് മുകളിൽ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മൾ എങ്ങനെ 87 രൂപയ്ക്ക് 1 കിലോ കോഴി വിൽക്കാൻ പറ്റും? 8 രൂപ മുതൽ 18 രൂപ വരെ ആവറേജ് റേറ്റിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു കോഴിക്കുഞ്ഞിന്റെ വില ഇന്ന് 55 രൂപയ്ക്ക് മുകളിലാണ്. ഈ കോഴിക്കുഞ്ഞിനെ വിരിയിച്ചു തരുന്നത് ആരാണ്? ഈ 55 രൂപ എന്നത് ഫിക്സ് ചെയ്യുന്നത് ആരാണ്? ഇത് എത്ര മാസമായ അല്ലെങ്കിൽ എത്ര ദിവസമായ കോഴിക്കുഞ്ഞാണ്? അങ്ങനെ ചെറിയ ചിലവിൽ വിരിയിച്ചു തരാൻ സംവിധാനം ഇവിടെ ഇല്ലേ? ഈ വിലക്കുറവൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ വില വിപണിയിൽ ഇടപെടുന്നു എന്ന് പറയുന്ന സർക്കാർ സംവിധാനങ്ങൾ അത്തരത്തിലൊന്നും ചെയ്യുന്നില്ലേ? എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളെ ഇത്ര അധികം വിലയ്ക്ക് കിട്ടുന്നത്? കുറഞ്ഞ വിലയ്ക്ക് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുന്നതല്ലേ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സാധാരണ നിത്യോപയോഗത്തിന് വാങ്ങുന്ന വെള്ള മുട്ട അല്ല നമ്മൾ ബ്രോയിലർ കോഴിക്ക് വേണ്ടി വിരിയിക്കാൻ ഉപയോഗിക്കുന്നത്. ഹാച്ചിങ് എഗ്, അത് ഇപ്പൊ നമ്മൾ കഴിക്കാൻ വാങ്ങുന്നത് വൈറ്റ് ലഗോൺ കോഴിയുടെ മുട്ടയാണ്. ബ്രോയിലർ കോഴിയുടെ മുട്ട ഓപ്പൺ മാർക്കറ്റിൽ കിട്ടില്ല. ഇന്നത്തെ വില 35 രൂപയാണ് ഒരു കോഴി മുട്ടയുടെ വില. ബ്രോയിലറിന്റെ ഹാച്ചിങ് എഗിന്റെ ഇന്നത്തെ മാർക്കറ്റ് വില 35 രൂപയാണ്. പാരന്റ് സ്റ്റോക്ക് കയ്യിലുള്ള ആൾക്കാരാണ് അത് തീരുമാനിക്കുന്നത്. നമുക്ക് എത്ര രൂപയ്ക്ക് ഇന്ന് മുട്ട വയ്ക്കാം? ഇന്ന് മാർക്കറ്റിൽ മുട്ട അവൈലബിൾ അല്ല. കാര്യം പാരന്റ് സ്റ്റോക്കിനെ മുഴുവൻ 90% ഫാമുകളിലും കള്ളീത് കളയുന്നു. കാര്യം ഈ ക്ലൈമറ്റിൽ വളർത്താൻ പറ്റുന്നില്ല. ഈ ക്ലൈമറ്റ് തന്നെയാണ് വെള്ളം ഒരു വലിയ ഘടകമാണ്. തമിഴ്നാട്ടിലൊക്കെ ഈ പാരന്റ് ഫാം കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വെള്ളത്തിന് ഭയങ്കരമായ ക്ഷാമം, ആന്ധ്രയിൽ ക്ഷാമം. അപ്പൊ ഇത് വളർത്തിയെടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ കുറച്ച് ആൾക്കാരുടെ കയ്യിലായിരിക്കും ഈ പാരന്റ് ഉള്ളത്. അവരാണ് ഈ മുട്ടയുടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഈ സമയത്ത് അവർക്കും ഇത്രയും എക്സ്പെൻസും കാര്യങ്ങളൊക്കെ അവരും നേരിടുന്നുണ്ട്. ഒരു മുട്ടയുടെ വില 35 രൂപയാണെന്നുള്ളത് മലയാളികളിൽ 80% ആൾക്കാർക്കും അറിയാൻ പാടില്ലാത്ത കാര്യമാണ്. ഇന്ന് ഹാച്ച് ചെയ്യാൻ എടുക്കുന്ന ഒരു മുട്ടയുടെ വില 80 അല്ല. ഇപ്പോൾ ഞാൻ കാര്യത്തിൽ ഇടപെട്ട് പറയട്ടെ, ഇപ്പൊ അറിവില്ലായ്മ കൊണ്ട് ആണെന്ന് കരുതിക്കോളൂ. ഇപ്പോൾ ഈ ബ്രോയിലർ കോഴി മുട്ടയിടുമെന്നോ അല്ലെങ്കിൽ ഇത് മുട്ടയിട്ടാണ് വിരിയുന്നതെന്നും വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലാണ്. പണ്ട് നമ്മൾ വീട്ടിൽ കോഴി വളർത്തും, പലയിനം കോഴികളുണ്ട്. അതിൽ ഈ ബ്രോയിലർ കോഴി എന്നത് നമ്മൾ വിചാരിക്കുന്ന കോഴിയുടെ രൂപമാണ്. 2, 3, 4 മാസം കൊണ്ട് ഇഞ്ചക്ഷൻ കൊടുത്ത് വളർത്തുന്നത് എന്നാണ് ഞാനടക്കം പൊതുധാരണയിൽ. അത് എത്ര ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ മറ്റു കാര്യം. പക്ഷേ എങ്കിലും ഓരോ രാജ്യത്തും അതിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ഇഞ്ചക്ഷൻ, അതിന് ആവശ്യമായ മരുന്നുകളും ഒക്കെ കൊടുത്ത് അതിൻ്റെ ഭക്ഷണവും കൊടുത്ത് തന്നെയാണ് വളർത്തുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് മറ്റേ അമേരിക്കൻ കൺട്രിയിലേക്ക് ഒരു കോഴിയെ കയറ്റിയെടുക്കുകയാണെങ്കിൽ അവിടെ അതിന് കൃത്യമായി പറയുന്നുണ്ട് ഇന്ന ഭക്ഷണ സാമഗ്രികൾ, ഇന്ന കൊടുത്ത കോഴിയെ മാത്രമേ അവിടേക്ക് എടുക്കുകയുള്ളൂ. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ സ്റ്റാൻഡേർഡ് അനുസരിച്ച് വളർത്തുന്ന ഒന്നാണ്. കോഴിയെന്ന രൂപമേ ഉള്ളൂ എന്നുകൂടി ഒരുപക്ഷെ പറഞ്ഞു വെക്കേണ്ടി വരും. ഇതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലേ? ഒരു ഓപ്ഷനും ഇല്ല. കോഴി എന്ന രൂപം മാത്രമല്ല, ഇതൊരു ജീവി. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ, നമ്മുടെയൊക്കെ കുഞ്ഞുനാളില് നമ്മുടെ ഇവിടെയൊക്കെ പശുക്കൾക്ക് എത്ര ലിറ്റർ പാല് കിട്ടുമായിരുന്നു? ഇന്നിപ്പോ ഒരു പശുവിനെ ഒരു ന്യൂ ജേഴ്സി പശു പോലെയുള്ള അത്യുൽപാദന ശേഷിയുള്ള പശുക്കൾക്ക് എത്ര ലിറ്റർ പാല് കിട്ടും? ഇതേ വ്യത്യാസം സംഭവിച്ച് വളർത്തിയെടുത്ത ജീവിയാണ് ഈ ബ്രോയിലർ കോഴി. അത് എന്താണ്, ഈ ജനറ്റിക്കൽ ഇതില് വർഷങ്ങളോളം എടുത്ത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല ബ്രോയിലർ കോഴി. 40 ദിവസം കൊണ്ട് കോഴി ആവുക എന്നുള്ള സംവിധാനം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. അത് വർഷങ്ങളുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്തിയാണ് ഇന്ന് നമ്മൾ ഈ 38-40 ദിവസം കൊണ്ട് ഈ കോഴിയെ വളർത്തിയെടുക്കുന്നത്. ഈ കോഴി മുട്ട ഇട്ടാലേ ഈ കോഴി ഉണ്ടാവൂ, അല്ലാതെ ഒരു ലാബിലും ഈ കോഴി ഉണ്ടാവില്ല. ഈ കോഴി തന്നെ മുട്ടയിടണം. അപ്പോൾ ഈ വിലക്കുറവിലേക്ക് വന്നാൽ വിലക്കുറവിന്റെ സാഹചര്യം ഇനി ഉണ്ടാകുമോ? അതോ ഇതൊരു കുത്തക സംവിധാനമായി മാറുകയാണോ? തീർച്ചയായും വിലക്കുറവിന്റെ സാഹചര്യം ഉണ്ടാവും. വിലക്കുറവിന്റെ സാഹചര്യം ഉണ്ടാവണമെങ്കിൽ മഴ ശക്തമായി ഉണ്ടാവണം. ഈ ക്ലൈമറ്റ് 3-4 സ്റ്റേറ്റിൽ മാറണം. അത് കഴിയും എനിക്കൊന്നൊരു 15-20 ദിവസം കൂടെയൊക്കെ, ഈ 15 ദിവസത്തോളമെങ്കിലും മാർക്കറ്റിൽ ഈ വില തന്നെ ഉണ്ടാവും. ഈ വിലയല്ല, വില ഇതിനെയും കൂടും. വില ഇനിയും മുകളിലേക്ക് പോകും. ഒരു 10 ദിവസം 15 ദിവസത്തേക്കെങ്കിലും ശക്തമായ മഴയുണ്ടായി അടുത്ത പ്രൊഡക്ഷൻ ഉണ്ടാവണം. ആ പ്രൊഡക്ഷൻ വരുന്നത് വരെ മാർക്കറ്റിൽ ഇങ്ങനെ തന്നെ നിൽക്കും. വേറെ ആർക്കും, ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ആർക്കും ഇടപെടാൻ കഴിയില്ല. ഇത് മറ്റാർക്കും ഇതിന്റെ പ്രൊഡക്ഷൻ. ഇപ്പൊ നമ്മൾ നോക്കൂ, നമ്മൾ അന്ന് 87 രൂപ എന്നുള്ള കൺസെപ്റ്റോടുകൂടി ശ്രീ തോമസ് ഐസക് കൊണ്ടുവന്നാണ് കേരള ചിക്കനിൽ ഇന്ന് 1 കിലോ കോഴിയുടെ വില 156-157 രൂപയാണ് തിരുവനന്തപുരം ജില്ലയിൽ. അപ്പൊ മനസ്സിലായിക്കൊള്ളണം, ഇതിനകത്ത് ഒരു സർക്കാരിനും ഒരു സംവിധാനത്തിനും ഒന്നും ഇടപെടാൻ കഴിയില്ല. ഈ രീതി വളർന്നു വരണം. ഒഴിവാക്കിയിട്ടെ ശ്രീ രാജമൗലി, കേൾക്കാമോ? പറഞ്ഞോളൂ. അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെ പല തരത്തിൽ പല സാഹചര്യങ്ങളാണ് ഈ വിലവർധനയ്ക്ക് കാരണമെന്ന്. ഇപ്പോൾ നമുക്ക് സംസ്ഥാനത്ത് കേരളത്തിൽ നേരത്തെ ഈ തോമസ് ഐസക് പറഞ്ഞതുപോലെ നമുക്കൊരു സ്വയം പര്യാപ്തമായ ഒരു സംവിധാനത്തിലേക്ക് വരാൻ കഴിയുന്ന സ്ഥിതി ഇനിയെങ്കിലും ഉണ്ടാകുമോ? ചിക്കൻ വിലയിൽ കുറവുണ്ടാകുന്ന തരത്തിൽ അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ?
ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. കാര്യം ഈ പാരന്റ് വേണം. ഈ പാരന്റ് നമുക്ക് സാർവത്രികമായി അവൈലബിൾ ആകുന്ന ഒരു സംവിധാനം ഉണ്ടാവില്ല. ഉണ്ടായാൽ തന്നെ നമുക്ക് ഈ സമയത്ത് അതിന് ഇതേ വില തന്നെ വരും. കാര്യം ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റത്തില്ല. ഈ ക്ലൈമറ്റിൽ നമുക്ക് വളർത്താൻ പറ്റത്തില്ല. ഈ ക്ലൈമറ്റിൽ നമുക്ക് വളർത്താൻ പറ്റാതെ വരുമ്പോ സ്വാഭാവികമായി ഈ വിലയ്ക്കൊപ്പം പോകാനേ നിവൃത്തിയുള്ളൂ. ഇത്രയും സബ്സിഡിയും ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് കേരള ചിക്കൻ ഇന്ന് 157 രൂപയ്ക്ക് കോഴിയെ വിൽക്കുന്നത് കേരളത്തില്. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത്രയും ക്ഷാമവും ഇത്രയും വിലക്കയറ്റവും നിൽക്കുമ്പോഴും അതിർത്തി കടന്നു കൊണ്ടുവരുന്ന കോഴിക്ക് 1 രൂപ വെച്ച് ഇവിടെ ഗവൺമെന്റ് പിരിക്കുന്നുമുണ്ട്. എല്ലാ വണ്ടികളിൽ നിന്നും വളരെ റീസെന്റായി സ്റ്റാർട്ട് ചെയ്താണ്. തെങ്കാശി, നാഗർകോവില് എല്ലാ ചെക്ക് പോസ്റ്റുകളിൽ നിന്നും കോഴി വണ്ടികളിൽ നിന്നും 1 രൂപ വെച്ച് ഗവൺമെന്റ് പിരിക്കുന്നുണ്ട്. ഏതായാലും വലിയ തോതിൽ ഇടപെടേണ്ട സർക്കാർ സംവിധാനങ്ങൾ ഇടപെടേണ്ട ഒരു സ്ഥിതിയായി മാറുന്നുണ്ട് ചിക്കൻ വിപണിയിൽ. അതേസമയം തന്നെ ബീഫിന്റെ വിലയിലുമൊക്കെ വലിയ തോതിൽ വർധനമുണ്ടാകുന്നു. ബീഫ് വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് നിരാശ നൽകുന്ന വാർത്ത കോഴിക്കോട്ട് നിന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കോഴിക്കോട് ഇറച്ചിയിൽ വലിയ വർധനമുണ്ടാകുന്നുണ്ട്. കിലോയ്ക്ക് 20 രൂപയാണ് അവിടെ വർദ്ധിക്കുന്നത്. ആനുപാതികമായി ഹോട്ടൽ വിഭവങ്ങൾക്ക് വില കൂടും എന്ന തരത്തിലടക്കമെന്ന റിപ്പോർട്ടുകൾ വരുന്നു. കോട്ടയത്ത് നിന്ന് ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. കോട്ടയത്തും സമാനമായി ഇതര സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ കമ്മീഷൻ അടിക്കുന്ന ഏജന്റുകളുണ്ട്, അതുപോലെ ഗുണ്ടാ സംഘങ്ങളുണ്ട്. അങ്ങനെയാണ് ഇവിടെ വില കൂടുന്നത് എന്ന പ്രതികരണം വ്യാപാരികളിൽ നടക്കം വരുന്നുണ്ട്. എന്താണ് അത് സംബന്ധിച്ചും അവിടെ നടക്കുന്നതെന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ശ്രീ സലീം കോട്ടയത്ത് നിന്ന് വ്യാപാരി നമുക്കുമുണ്ട്. സലീം, യഥാർത്ഥത്തിൽ ഈ മാട്ടിറച്ചി വിപണിയിൽ, ഇപ്പോൾ ഈ ചിക്കൻ മാറ്റിറച്ചിയിൽ മാട്ടിറച്ചി വിപണിയിൽ സംഭവിക്കുന്ന എന്താണ്? എന്തുകൊണ്ടാണ് വിലവർധനം ഉണ്ടാകുന്നത്? ഇടയ്ക്ക് അല്പം കുറയുന്നുണ്ടായിരുന്നു, പക്ഷേ പിന്നെ അത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ശ്രീ സലീം, അങ്ങേക്ക് കേൾക്കാമോ? മൈക്ക് മ്യൂട്ടാണ് എന്ന് തോന്നുന്നു. അങ്ങ് മ്യൂട്ടൊന്ന് മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ സലീം, കേൾക്കാമോ? ഓക്കെ, നമുക്ക് വളരെ വേഗത്തിൽ തിരികെത്താം. ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ചിക്കൻ വിപണിയിലും ബീഫ് വിപണിയിലുമൊക്കെ വലിയ തോതിൽ വിലക്കയറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഒരു സാഹചര്യമാണ് നമ്മൾ പരിശോധിച്ചത്.